ജൂലൈ 28 മുതൽ റോമിൽ നടക്കുന്ന ഡിജിറ്റൽ മിഷനറിമാരുടെയും കത്തോലിക്ക ഇൻഫ്ലുവൻസർമാരുടെയും ജൂബിലിയുടെ പശ്ചാത്തലത്തിൽ വരാനിരിക്കുന്ന സ്പാനിഷ് ഭാഷാ പുസ്തകമായ ഡിജിറ്റൽ മിഷനറീസ് ഇൻഫ്ലുവൻസേഴ്സ് വിറ്റ്നസേഴ്സ് ഓഫ് ക്രൈസ്റ്റ് ടുഡേയുടെ രചയിതാവും മെക്സിക്കൻ പുരോഹിതനുമായ ഫാദർ ഹെരിബർഡോ ഗാർസിയ സോഷ്യൽ മീഡിയയിലൂടെ ക്രിസ്തുവിൻ്റെ സുവിശേഷം പ്രഘോഷിക്കേണ്ടതിൻ്റെ ആവശ്യകതകളെക്കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിൽ ഈ യുവവൈദികനെ ലക്ഷക്കണക്കിന് യുവാക്കൾ പിന്തുടരുന്നുണ്ട്. ഒരു കത്തോലിക്ക ഇൻഫ്ലുവൻസറും ഡിജിറ്റൽ മിഷനറിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നതിനെക്കുറിച്ച് ഫാദർ ഗാർസിയ വിശദീകരിച്ചു. അവരുടെ ലക്ഷ്യങ്ങൾ വ്യത്യസ്തമാണ്. രണ്ടും സോഷ്യൽ മീഡിയ വഴിയേ സാധ്യമാകുള്ളൂ എന്നും ഒരു ഇൻഫ്ലുവൻസർക്ക് അവരുടെ മൂല്യങ്ങൾക്കനുസൃതമായി ഉൽപ്പന്നങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ സാധിക്കും. എന്നാൽ ഡിജിറ്റൽ മിഷനറിയുടെ വിളി ക്രിസ്തുവിൻ്റെ സുവിശേഷം സോഷ്യൽ മീഡിയയിൽ എത്തിക്കുക എന്നതാണ്. ഫാദർ ഗാർസിയ പറഞ്ഞു. സോഷ്യൽ മീഡിയയിൽ ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ച് ഇന്ന് യുവാക്കൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന സമയത്തിൻ്റെ വെളിച്ചത്തിലായിരുന്നു അദ്ദേഹം പറഞ്ഞത്. നവമാധ്യമങ്ങളിലൂടെ ക്രിസ്തുവിനെ അന്വേഷിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ളവരെ സ്ക്രീനിൽ നിന്നും ബലിവേദിയിലേക്ക് എത്തിക്കുക എന്നതായിരിക്കണം ഒരു ഡിജിറ്റൽ മിഷനറിയുടെ ലക്ഷ്യമെന്നും യുവവൈദികൻ പറയുന്നു. 3 വർഷം മുൻപ് ഡിജിറ്റൽ മിഷനറി എന്ന പദം പോലും നിലവിലില്ലായിരുന്നു. ഇന്ന് ലോകമെമ്പാടും 3500-ലധികം ഡിജിറ്റൽ മിഷനറിമാരുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.